ഈ പീരിയോഡിക്കൽ ലേബർ ഫോഴ്സ് സർവേ എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ഉത്തരം ഹായ് ഹലോ എവരി വൺ, വെൽക്കം ടു എൻട്രി ആപ്പിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് മാർച്ച് 2026 അല്ലേ, മാർച്ച് 2026 പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സിലെ കുറച്ച് വളരെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പോകേണ്ട കറണ്ട് അഫേഴ്സിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം, ഓപ്ഷൻസ്, നമുക്ക് പിന്നെ എക്സ്പ്ലനേഷൻസ്. അപ്പം ചോദ്യം ഉണ്ടായിരിക്കും, ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ചോദ്യവും ഓപ്ഷൻസും പറയുന്ന സമയത്ത് തന്നെ കൂട്ടുകാരെ തന്നെ അതിൻ്റെ ഉത്തരം എഴുതാനായിട്ടൊക്കെ ശ്രമിക്കണം. അപ്പോൾ എന്നിട്ട് നമുക്ക് അതിൻ്റെ ആൻസേഴ്സൊക്കെ എടുക്കുമ്പം നമുക്ക് എത്രമാത്രം ശരിയാക്കാൻ കഴിഞ്ഞതെന്ന് നോക്കണം. പിന്നെ നമുക്ക് അതിനകത്ത് വരുന്ന അഡീഷണൽ ഫാക്ട്സ് ഉണ്ടല്ലോ, ആ അഡീഷണൽ ഫാക്ട്സിൽ നമുക്ക് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാമല്ലോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മളെ കാത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. റീസെൻ്റ്ലി ഇന്ത്യ കണ്ടക്റ്റഡ് exercise Deep Shakti, a high intensity tri-service drill to strengthen the coastal and island defense capabilities. The exercise was conducted in which of the following regions? അപ്പം നമുക്ക് ഈ 2026 തുടങ്ങിയപ്പോൾ തന്നെ ഇന്ത്യൻ നാവികസേനയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഒക്കെ സംയുക്തമായിട്ട് നടത്തിയ ഒരു എക്സസൈസിൻ്റെ പേരാണ് ദീപ് ശക്തി. ഓക്കെ, ഈ ദീപ് ശക്തിയുടെ വേദി ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തിയതെന്ന് മനസ്സിലായല്ലോ. കോസ്റ്റൽ ആൻഡ് ഐലൻഡ് ഡിഫൻസ് കപ്പാസിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രൈ സർവീസ് എക്സസൈസ് ആണ്. ഓക്കെ, അതിൻ്റെ വേദി എവിടെയായിരുന്നു? ഓപ്ഷനകത്ത് ലക്ഷദ്വീപ് ഐലൻഡ് ഉണ്ട്, മുംബൈ കോസ്റ്റ് ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഉണ്ട്. ഉത്തരം കിട്ടിയോ? ശരിയായിട്ടുള്ള ഉത്തരം ഞാൻ പറയട്ടെ. ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ആണ്. ഓക്കെ, അതിനെ സംബന്ധിച്ച് ചെറിയൊരു ന്യൂസ് പേപ്പർ കട്ടിങ് കണ്ടാലോ. ദ റെയർ ഷോ ഓഫ് സീംലെസ് എനർജി ഓഫ് ആൾ 3 സർവീസസ് ഓഫ് ആംഡ് ഫോഴ്സസ് ജോയിൻലി കണ്ടക്റ്റഡ് ദീപ് ശക്തി, എ ഹൈ ഇൻറ്റൻസിറ്റി ട്രൈ സർവീസ് എക്സസൈസ് ബിറ്റ്വീൻ മാർച്ച് 24 ത്രൂ മാർച്ച് 28. ഓക്കെ, മാർച്ച് 24 മുതൽ മാർച്ച് 28 വരെയാണ് ഈ ഒരു എക്സസൈസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോസ്റ്റൽ ആൻഡ് ഐലൻഡ് ഓപ്പറേഷൻ, ഡിഫൻസ് ഓപ്പറേഷൻ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു ഓപ്പറേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, അല്ലെങ്കിൽ ഒരു ദീപ് ശക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എവിടെ വെച്ചിട്ടാണ് നടന്നത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അത് ദീപ് ശക്തിയെ സംബന്ധിച്ചൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇതേപോലെയുള്ള നേവൽ എക്സസൈസ് ആയിക്കോട്ടെ, ആംഡ് എക്സസൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് നമ്മൾ നടത്തുന്ന നേഷൻസ് എക്സസൈസ് ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാ പേരുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്കുകളാണ്. നമ്മൾ വിവിധ ചോദ്യ പേപ്പറുകൾ അത് കണ്ടിട്ടുണ്ട് അല്ലേ, ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. അത് കൂട്ടുകാർ വളരെ കാര്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചുകൊണ്ട് പോവുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ. നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ടാമത്തെ ചോദ്യമാണ് വിത്ത് റെഫറൻസ് ടു ദി സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2026 വിച്ച് ആർ സെറ്റ് ടു came to effect on April 1st, 2026. ഓക്കെ, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇന്ത്യയുടെ പുതിയ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 2026 എന്നു മുതലാണ് നിലവിൽ വന്നത്? എന്നു മുതലാണ്? ഏപ്രിൽ 1, 2026 മുതലാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു പുതിയ റൂൾസ് പ്രകാരം ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ദ റൂൾസ് മാൻഡേറ്റ്സ് 4 സ്ട്രീം സെഗ്രഗേഷൻ ഓഫ് വേസ്റ്റ് അറ്റ് സോഴ്സ്, ദാറ്റ് ഈസ് വെറ്റ്, ഡ്രൈ, സാനിറ്ററി ആൻഡ് സ്പെഷ്യൽ കെയർ വേസ്റ്റ്. അതായത് നമ്മൾ ഈ മാലിന്യങ്ങളെ വേർതിരിക്കുന്നത് പുതിയ റൂൾസ് പ്രകാരം 4ആയിട്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഒന്ന് നനഞ്ഞത് വെറ്റ്, അടുത്ത എന്താണ് ഡ്രൈ ഉണങ്ങിയത്, അടുത്ത എന്താണ് സാനിറ്ററി, നാലാമത്തെ എന്താണ് സ്പെഷ്യൽ കെയർ വേസ്റ്റ്. അങ്ങനെ ഉണ്ടോ? രണ്ടാമത്തെ എന്താണ് ദ റൂൾസ് പ്രൊമോട്ട് ഡിജിറ്റൽ ട്രാക്കിംഗ് ഓഫ് വേസ്റ്റ് ത്രൂ എ സെൻട്രലൈസ്ഡ് ഓൺലൈൻ പോർട്ടൽ മാനേജ്ഡ് ബൈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടോ, നമ്മൾ ഇഫക്റ്റീവായിട്ടാണോ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു ഡിജിറ്റൽ ട്രാക്കിംഗ് സംവിധാനം നിലവിൽ വരും എന്ന് പറയുന്നു. ഓക്കെ, ശരിയാണോ നമുക്ക് നോക്കാം. മൂന്നാമത്തെ എന്താണ് ദ റൂൾസ് കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റ് ദ യൂസ് ഓഫ് റീഫ്യൂസ് ഡിറൈവ്ഡ് ഫ്യൂവൽ RDF ഇൻ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുന്നു, പറയുന്നു. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഏതൊക്കെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വേസ്റ്റുകളെ 4ആയി തരംതിരിക്കണം എന്ന് പറയുന്നു. ഏതൊക്കെയായിട്ടാണ്? വെറ്റ്, ഡ്രൈ, സാനിറ്ററി ആൻഡ് സ്പെഷ്യൽ കെയർ. ഇതെന്താണ്? ശരിയായിട്ടാണ്. മനസ്സിലായല്ലോ. ഒരു ഓൺലൈൻ പോർട്ടൽ വരും ഇതെല്ലാം, അല്ലെങ്കിൽ റൂൾസ് കൃത്യമായി മാനേജ് ചെയ്യുന്നു എന്ന് അറിയാനായിട്ട് ഓൺലൈൻ പോർട്ടൽ വരുമെന്ന് പറയുന്നു. അതും എന്താണ്? ശരിയാണ്. അതേപോലെ തന്നെ ഈ RDF പൂർണ്ണമായും പ്രൊഹിബിറ്റ് ചെയ്തു എന്ന് പറയുന്ന പോർഷൻ എന്താണ്? തെറ്റാണ്. ഓപ്ഷനിൽ നിന്ന് അപ്പം 1 ശരിയാണ്, 2 ശരിയാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ A തന്നെ എടുക്കാം. ഓൺലി 1 and 2 ആർ കറക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വെറ്റ്, ഡ്രൈ, സാനിറ്ററി ആൻഡ് സ്പെഷ്യൽ കെയർ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ടെന്ന് പറയുന്നല്ലോ. അത് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ ഗ്രീൻ ബിന്ന്
എവിടെയെങ്കിലും സ്ഥാപിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഈ 4 ബിന്നുകൾ സ്ഥാപിക്കേണ്ടി വരും. ഗ്രീൻ ബിൻ സ്ഥാപിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ വെറ്റ് വേസ്റ്റുകളാണ് ഇടേണ്ടത്. വെറ്റ് വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് വേസ്റ്റുകളാണ്. ദാറ്റ് ഈസ് കിച്ചൺ വേസ്റ്റുകൾ വരുന്നുണ്ട്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ പീൽസ്, ഫുഡിൻ്റെ വേസ്റ്റുകൾ, ഫ്ലവർ ആൻഡ് മീറ്റ്, ഇതുപോലുള്ള കാര്യങ്ങളാണ് അവിടെ. അതെന്താണ്? ബയോഡീഗ്രേഡബിൾ ആണ്. ബ്ലൂ ബിൻ എന്ന് പറയുന്നത് എന്താണ്? ഡ്രൈ വേസ്റ്റുകളാണ്. പ്ലാസ്റ്റിക്, പേപ്പർ, മെറ്റൽ, ഗ്ലാസ്, വുഡ്, റബ്ബർ, ഇതൊക്കെ ഇനി ഇടേണ്ടത് എവിടെയാണ്? ബ്ലൂ ബിന്നിലാണ്. യെല്ലോ ബിൻ എന്ന് പറയുന്നത് എന്താണ്? സാനിറ്ററി ബിന്നാണ്. ഏതാണ്? സാനിറ്ററി. ഡയപ്പർ, സാനിറ്ററി പാഡ്സ്, അങ്ങനെയുള്ള കാര്യം, കോണ്ടംസ് ഒക്കെ വരുന്നില്ലേ, അതൊക്കെ നമുക്ക് എവിടെ ഇടേണ്ടത്? ഈ യെല്ലോ ബിന്നകത്താണ് ഇടുന്നത്. ബ്ലാക്ക് ഓർ റെഡ് ബിന്നിനകത്ത്, ബ്ലാക്ക് ബിൻ അല്ലെങ്കിൽ റെഡ് ബിൻ സ്ഥാപിക്കുമ്പോൾ ബ്ലാക്ക് ബിൻ എന്ന് തന്നെ പ്രധാനമായിട്ടും പഠിക്കുക. ഈ പെയിൻറ് ക്യാൻസ്, ബൾബ്, മെർക്കുറി, ബാറ്ററീസ്, എക്സ്പയർഡ് മെഡിസിൻസ് ഒക്കെ വരുന്നത് സ്പെഷ്യൽ കെയർ അതാണ്. അതെന്താണ്? ബ്ലാക്ക് ഓർ റെഡ് ബിൻസിനകത്ത് എന്ത് ചെയ്യേണ്ടി വരും? വരേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ഒരു ഓൺലൈൻ പോർട്ടൽ, അത് നമുക്ക് എവിടെ ആയാലും ഒരു ഓൺലൈൻ പോർട്ടൽ പ്രതീക്ഷിക്കാം. കാര്യം എന്താണ്? ഈ ഗവേണൻസിൻ്റെ ഭാഗമായിട്ടും ഡിജിറ്റൽ ഗവേണൻസിൻ്റെ ഭാഗമായിട്ടും എല്ലാ മേഖലകളിലും എന്താണ്? ഇങ്ങനെയുള്ള സംവിധാനങ്ങളാണ് ഇപ്പം നിലവിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം പുതിയ എന്താണ്? വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് അല്ലേ, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് ഏപ്രിൽ 1, 2026 മുതലാണ് നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം കൂട്ടുകാർ വളരെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വേഗം ഒന്ന് പോകാം. റീസെൻ്റ്ലി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അലൗഡ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സുപ്പീരിയർ കെറോസിൻ ഓയിൽ, SKO. നമ്മുടെ ഇപ്പോൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ വഴി കിട്ടുന്ന മണ്ണെണ്ണ, കെറോസിൻ എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയാണെന്ന് അറിയാമല്ലോ, അതെന്താണ്? ഒരു സുപ്പീരിയർ കെറോസിൻ ഓയിലാണ്. ഓക്കെ, എന്നാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു 21 സംസ്ഥാനങ്ങളിൽ, കേരളം ഉൾപ്പെടെ 21 സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസിൽ പരീക്ഷാ അടിസ്ഥാനത്തിൽ SKO ആണ് നൽകുന്നത്. മനസ്സിലായല്ലോ? സുപ്പീരിയർ കെറോസിൻ ഓയിലാണ് നൽകുന്നത്. എന്നാണ് ഇതിൻ്റെ പ്രത്യേകത? എ ക്രൂഡ് അൺറിഫൈൻഡ് പെട്രോളിയം പ്രോഡക്റ്റ് ആണോ? എ ഹൈലി റിഫൈൻഡ് മിഡിൽ സ്റ്റേജ് ഫ്രാക്ഷൻ ഓഫ് ക്രൂഡ് ഓയിൽ ആണോ? എ സിന്തറ്റിക് ഫ്യൂവൽ പ്രൊഡ്യൂസ്ഡ് ഫ്രം ബയോമാസ് ആണോ? എ ഗ്യാസസ് പെട്രോളിയം പ്രോഡക്റ്റ് യൂസ്ഡ് ഫോർ കുക്കിംഗ് ആണോ? അപ്പോൾ എന്താണ് ഈ SKO എന്ന് ചോദിച്ചാൽ, എ ഹൈലി റിഫൈൻഡ് മിഡിൽ ഡിസ്റ്റിലൈസ്ഡ് ഫ്രാക്ഷൻ ഓഫ് ക്രൂഡ് ആണ് ഏതെന്ന് പറയുന്നത്. അത് ഈ എന്താണ്? SKO എന്ന് പറയുന്നത്. ഓക്കെ, SKO പെട്രോളിനെ സംബന്ധിച്ച് നമുക്ക് നോക്കാം. എ സുപ്പീരിയർ കെറോസിൻ ഈസ് എ ഹൈലി റിഫൈൻഡ് മിഡിൽ distillized fraction of crude oil that is specific grade of kerosene that has undergone extra processing to remove impurities like sulfur and aromatics. മനസ്സിലായല്ലോ? അതായത് സൾഫറിനെ പ്രധാനമായിട്ട് നീക്കം ചെയ്തിട്ടുള്ള ഒരു പെട്രോളാണ് ഈ SKO പെട്രോൾ എന്ന് പറയുന്നത്. ഇത് നിലവിലെ SQS, അതായത് സ്ട്രിക്ട്മെൻറ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു? പാലിച്ചിട്ടുണ്ടായിരിക്കുന്നു. ലോ ഇൻകം ഗ്രൂപ്പിനും എനർജി സെക്യൂരിറ്റി നൽകാനായിട്ട് ഇത് ഇതുവഴിയാണ് നൽകുന്നത്? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴിയാണ് നൽകുന്നത്. സോ അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം SKO എന്ന് പറയുന്നത് എന്താണ്? സുപ്പീരിയർ കെറോസിൻ ഓയിൽ അല്ലേ, ഹൈലി റിഫൈൻഡ് മിഡിൽ ഡിസ്റ്റലൈസ്ഡ് ഫ്രാക്ഷൻ ഓഫ് ക്രൂഡ് ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെയും ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് Amendment Bill 2025 passed by Lok Sabha on March 30, 2026. പുതിയ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് രാജ്യത്ത് ലോക്സഭ മാർച്ച് 30, 2026 പാസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? പ്രൈമർലി ടു അഡ്രസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇഷ്യൂസ്, താഴെ പറയുന്നവയിൽ ഏത് ഇഷ്യൂ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ബില്ല് അമെൻമെൻറ്റ് ബിൽ 2025 പാസ്സാക്കിയിട്ടുള്ളത്? ഒന്നാമത് നോക്കിയേ, റൈസിംഗ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഇൻ പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പ്രൊസീജിയർ ഡിലേസ് ആൻഡ് ഇന്റർപേഴ്സണൽ ഇഷ്യൂസ് ഇൻ ഇൻസോൾവൻസി പ്രൊസീജിയേഴ്സ്, എക്സ്പാൻഷൻ ഓഫ് ക്രെഡിറ്റ് അവൈലബിലിറ്റി ടു MSMEs ആണോ? റെഗുലേഷൻ ഓഫ് ഡിജിറ്റൽ ലെൻഡിങ് പ്ലാറ്റ്ഫോംസ് ആണോ? ശരിയായിട്ടുള്ളൊരു ഓപ്ഷൻ ബി ആണ് കേട്ടോ. പ്രൊസീജിയർ ഡിലേസ് ആൻഡ് ഇന്റർസെപ്ഷണൽ ഇഷ്യൂസ് ഇൻ ഇൻസോൾവൻസി പ്രൊസീഡിങ്സ്. അതായത് ഇൻസോൾവൻസി പ്രൊസീഡിങ്സുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ രാജ്യത്ത് നമ്മൾ നേരിടുന്ന ഡിലേ പരിഹരിക്കാനായിട്ടാണ് പുതിയ അമെൻമെൻറ്റ് ബിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ട ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ആയിട്ട് ബന്ധപ്പെട്ട പുതിയ അമെൻമെൻറ്റ് ബില്ല് പാസ്സാക്കിയിട്ടുള്ളത്. ഓക്കെ, നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ദ ലോക്സഭ passed Insolvency and Bankruptcy Code Amendment Bill 2025 introducing 12 key amendments to Insolvency Bankruptcy Code in 2026. 10 വർഷങ്ങൾക്ക് ശേഷം വരുന്നതിനകത്ത് 12 മാറ്റങ്ങളാണ് പുതിയ നിയമങ്ങളിൽ വരുന്നത്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്? മാക്സിമൈസിങ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ, എൻഫോഴ്സിങ് സ്ട്രിക്റ്റ് resolution timeless, and aligning Indian law with global best practices like cross border insolvency.
ഓക്കെ, ക്രോസ് ബോർഡർ ഇൻസോൾവൻസി ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക എന്നുള്ളതാണ് പുതിയ ആക്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ആക്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലോൺ തിരിച്ചു പിടിക്കാനായിട്ട് നിലവിൽ നേരിടുന്ന പ്രൊസീജിയർ ഡിലേസ് ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് പുതിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വേഗം ഒന്ന് പോകാം. റീസെൻ്റ്ലി പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ഈസ് ആൻ ആനുവൽ റിപ്പോർട്ട് റിലീസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ. ഈ PLFS എല്ലാ വർഷവും പുറത്തുവിടുന്ന ആരാണെന്ന് അറിയാവോ? NSO ആണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. നമ്മുടെ പീരിയോഡിക്കൽ ലേബർ ഫോഴ്സ് ആണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ലേബർ ഫോഴ്സിനെ സംബന്ധിച്ചുള്ള സർവേ ആണ്. 2017 മുതലാണ്, ഇച്ചിരി ബാക്കിലേക്കൊക്കെ പോയി ഈ പീരിയോഡിക്കൽ ലേബർ ഫോഴ്സ് സർവേ എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ഉത്തരം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് 2017 ലോഞ്ച് ചെയ്തത്. ഫസ്റ്റ് റിപ്പോർട്ട് പുറത്തു വരുന്നത് 2019 അതായത് 2017 മുതൽ 2018 വരെയുള്ള റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് 2019 സർവേ ആരംഭിച്ച 2017 ഫസ്റ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത് ഏതാണ് 2019 ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, കൃത്യമായിട്ട് പഠിക്കണം. ദ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ഗീവ്സ് estimates of key employment and unemployment indicators like LFPR, WPR, URS എത്ര. ഈ LFPR എന്ന് പറയുന്നത് എന്താണ്? ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ആണ്. ടോട്ടൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ എന്താണ്, നമ്മൾക്ക് എത്ര ആൾക്കാർക്ക് ജോലിയുണ്ട് അതിനെ നമ്മൾ ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര ആൾക്കാർക്ക് ജോലിയുണ്ടോ അതിനെ 100ലേക്ക് മാറ്റുമ്പോൾ എന്ത് കിട്ടും? ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കിട്ടും. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ചോദിച്ചാൽ നമ്പർ ഓഫ് പെർസെൻറ്റേജ് ഓഫ് എംപ്ലോയിഡ് പേഴ്സൺ ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ആണ്. അൺഎംപ്ലോയിഡ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? പെർസെൻറ്റേജ് ഓഫ് പേഴ്സൺ അൺഎംപ്ലോയിഡ് ഡിവൈഡ് ബൈ പേഴ്സൺസ് ഇൻ ദി ലേബർ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ കറണ്ട് വീക്ക്ലി സ്റ്റാറ്റസ് പ്രകാരം എന്താണ്? ബേസ്ഡ് ഓൺ ദി എംപ്ലോയ്മെൻറ്റ് ഡ്യൂറിങ് ലാസ്റ്റ് 7 days ബിഫോർ ദി സർവേ ആണ്. അപ്പം നമുക്ക് രാജ്യത്ത് പ്രധാനമായിട്ടും രാജ്യത്തെ പീരിയോഡിക്കൽ ലേബർ ഫോഴ്സിനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ് 2017 വന്ന ഈ സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് NSO ആണ് പുറത്തുവിടുന്നത്. അപ്പം റീസെൻ്റ്ലി ഇന്ത്യൻ എയർഫോഴ്സ്, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ എയർഫോഴ്സ് ഡെഡിക്കേറ്റഡ് എക്യുപ്ഡ് ഈസ് MiG-29 ഫൈറ്റർ ജെറ്റ് വിത്ത് ആസ്രാം മിസൈൽ. ആസ്രാം മിസൈലിൻ്റെ പ്രത്യേകത എന്താണ് എന്നാണ് ചോദ്യം. ആസ്രാം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈലാണ് എന്തോ സാധനം? ഒരു ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈലാണ് എന്ന് പറയുന്നത് ആസ്രാം. ആസ്രാമിനെ ഒന്ന് കണ്ടാലോ, ദാടക്കുന്നത് അഡ്വാൻസ്ഡ് ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈലാണ് എന്ന് പറയുന്നത് ആസ്രാം എന്ന് പറയുന്നത്. വെയിറ്റ് 88 കിലോഗ്രാം മാത്രമേ ഉള്ളൂ. എത്ര കിലോഗ്രാം മാത്രമേ ഉള്ളൂ? 88 കിലോഗ്രാം മാത്രമേ ഉള്ളൂ. 25 കിലോമീറ്ററാണ് മാക്സിമം ഇതിൻ്റെ സ്ട്രൈക്കിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആസ്രാം എന്ന് പറയുന്നത്. അപ്പോൾ 88 കിലോഗ്രാമുള്ള ഒരു അഡ്വാൻസ്ഡ് ഷോർട്ട് റേഞ്ച് അല്ലേ, 25 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, എയർ ടു എയർ മിസൈലാണ് ആസ്രാം. ആസ്രാമിൻ്റെ പൂർണ്ണരൂപത്തിൽ തന്നെ ഉണ്ട്, അഡ്വാൻസ്ഡ് ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈലാണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാരിക്കേച്ചർ പുറത്തുവിട്ടിട്ടുണ്ട്. ആ കാരിക്കേച്ചർ നോക്കിയാൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഉത്തരങ്ങൾ പറയുവാനായിട്ട് കഴിയും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോയാൽ. Recently, concerns were raised about the threats of migratory species during the global event under the Convention on Conservation of Migratory Species of Wild Animals. The CMS operates under which of the following organization? അപ്പോൾ ഈ CMS എന്ന് പറയുന്നത് എന്താണ്? കൺസർവേഷൻ ഓഫ് മൈഗ്രേറ്ററി സ്പീഷീസ് എന്നുള്ളതാണ്. അത് ഏത് UN ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ശരിയായിട്ടുള്ള ഉത്തരം UNEP ആണ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെ കീഴിലാണ് അതെന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. മനസ്സിലായല്ലോ? ഇറ്റ് ഈസ് എ കൊളാബറേറ്റീവ് ബിറ്റ്വീൻ ഗവൺമെൻറ്റ്സ് ആൻഡ് കൺസർവേഷൻ ഓർഗനൈസേഷൻ, ലോക്കൽ കമ്മ്യൂണിറ്റീസ്, അതിൻ്റെ കീഴിലാണ് എന്ത് ചെയ്യുന്നത്? അത് പ്രവർത്തിക്കുന്നത്. അത് പ്രവർത്തിക്കുന്നത് പാർട്ട്ണർ ഓർഗനൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ കൺസർവേഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, UN എൻവയോൺമെൻറ്റ് പ്രോഗ്രാം, വേൾഡ് കൺസർവേഷൻ മോണിറ്ററിംഗ് സെൻറ്റർ, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ആൻഡ് ഓക്കെ. അപ്പം ഇതിൻ്റെ മദർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, UNEP തന്നെയാണ്. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? ടു പ്രൊവൈഡ് സപ്പോർട്ട് ടു ദ കൺട്രീസ് ടു മീറ്റ് ദെയർ ബയോഡൈവേഴ്സിറ്റി commitments such as species recovery and preventing extinction under the coming Montreal Global Diversity Framework. ഓക്കെ, അപ്പം 4 പ്രധാനപ്പെട്ട മേഖലകളിൽ അത് കേന്ദ്രീകരിക്കുന്നു ഈ ഒരു കൺസർവേഷൻ. എന്തൊക്കെയാണ്? മോണിറ്ററിങ്, സ്ട്രെങ്തൻ ലീഗൽ ആൻഡ് പോളിസി ഫ്രെയിംവർക്കിൻ്റെ കാര്യത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 133 രാജ്യങ്ങൾ ഇതിനകത്ത് പാർട്ടിസിപ്പൻ്റ് ആണ്. മനസ്സിലായല്ലോ? 133 രാജ്യങ്ങൾ ഇതിനകത്ത് എന്താണ്? പാർട്ടിസിപ്പൻ്റ് ആണ്. മനസ്സിലായല്ലോ? ഗൃഹസുഖം പോർട്ടൽ കേട്ടിട്ടുണ്ടോ? ഗൃഹസുഖം പോർട്ടൽ, ഗൃഹം എന്ന് പറയുമ്പോൾ തന്നെ
നമുക്ക് കിട്ടിയിട്ടുണ്ട്, വീടാണ് അല്ലയോ. റീസെൻ്റ്ലി ഗൃഹസുഖം പോർട്ടൽ വാസ് ലോഞ്ച്ഡ് ടു ഫെസിലിറ്റേറ്റ് ദ ഡിജിറ്റൽ ഹോം ലോൺ ആക്സസ് ഫോർ ഗവൺമെൻറ് പേഴ്സണൽസ്. ഗൃഹസുഖം പോർട്ടൽ ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ. ആരുടേതാണ് ഈ ഗൃഹസുഖം പോർട്ടൽ? അറിയാമെന്നറിയാമോ? ഓപ്ഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, NHB ഉണ്ട്. ബിയും ഡിയും വന്നപ്പോൾ ഒരുപാട് നമുക്ക് ഡൗട്ട് വരുന്നുണ്ട്. ഗൃഹസുഖം പോർട്ടൽ ലോഞ്ച് ചെയ്തത് ആരാണ്? നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണ്, NHBയുടേതാണ്. ഓക്കെ, ഈ ഗൃഹസുഖം പോർട്ടൽ എന്ന് പറയുന്ന പോർട്ടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും ഇതിനകത്ത് പ്രയോജനം ലഭിക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ് ആണ് ടു സ്ട്രീം ലൈൻ ദി ഹോം ലോൺ പ്രോസസ്, എൻഹാൻസ് ട്രാൻസ്പെറൻസി ആൻഡ് ഫോസ്റ്റർ അഫോർഡബിലിറ്റി. ഈ ഹോം ലോണുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ് വേഗത്തിൽ പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആർക്കാണ്? ഡിഫൻസ് പേഴ്സണൽസിന്, members of parliamentary forces, government employees, state and central can apply for housing loan digitally through their respective administrative unit. No need to visit the bank and financial institution for loan approval and processing. Okay, ഗൃഹസുഖം പോർട്ടൽ വഴി നമുക്ക് ലോൺ വേണമെങ്കിൽ നമ്മൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരാണെങ്കിൽ അവിടെ തന്നെ അങ്ങ് അപേക്ഷ കൊടുത്താൽ മതി. നമ്മൾ ബാങ്കിൽ പോകണ്ട, അവർ തന്നെ NHB അത് എന്ത് ചെയ്യും? പ്രോസസ്സ് ചെയ്ത് കൃത്യമായിട്ട് തരും. അപ്പോൾ ലോൺ പ്രോസസ്സിങ് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക, ഡിലേ അവസാനിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സ്കീമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പോർട്ടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാമല്ലോ. റീസെൻ്റ്ലി വേൾഡ്സ് ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് ഓൺലി ഷിൻകാൻസൻ ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ ഹൈ സ്പീഡ് കാർഗോ കരിയർ. ഈ ഷിൻകാൻസൻ ഏത് രാജ്യത്തിൻ്റെതാണെന്നാണ് ചോദ്യം. വലിച്ചിട്ട് ചോദ്യം ഒന്നും പറയണ്ട നമുക്ക്, അല്ലേ? ജപ്പാൻ്റെയാണ്. ഈ ഷിൻകാൻസൻ നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ടതാണ്. ഈ ഷിൻകാൻസൻ മോഡൽ ട്രെയിനുകൾ, ബുള്ളറ്റ് ട്രെയിനുകൾ ജപ്പാനിലുണ്ട്. സെയിം മോഡൽ ട്രെയിനാണ് നമ്മുടെ ഇന്ത്യയിലെ ബുള്ളറ്റ് ട്രെയിനായിട്ട് വരുന്നത്. 2026 ഓഗസ്റ്റ് 15 ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയുന്നു, ഈ വർഷത്തെ ഇൻഡിപെൻഡൻസ് ഡേക്ക്. അപ്പോൾ ആ ഒരു മോഡൽ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പം ഷിൻകാൻസൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തത് ജൻവിശ്വാസ് അമെൻമെൻറ്റ് പ്രൊവിഷൻ ബിൽ 2026 നമ്മുടെ ബഡ്ജറ്റിൽ പറഞ്ഞില്ലയോ? എന്താണ് ഈ ജൻവിശ്വാസ് അമെൻമെൻറ്റ് ബിൽ 2026 പാർലമെൻറ്റിൽ വന്നപ്പോൾ അതിൻ്റെ സവിശേഷത? 3 സവിശേഷത പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള സവിശേഷത നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ദ ബിൽ എയിംസ് ടു ഡീക്രിമിനലൈസ് സെവറൽ പ്രൊവിഷൻസ് ടു പ്രൊമോട്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആൻഡ് ഈസ് ഓഫ് ലിവിങ്. അതായത് ഒരുപാട് നിയമങ്ങളെ, ക്രിമിനൽ നിയമങ്ങളെ ഡീക്രിമിനലൈസ് ചെയ്ത് അത് സിവിൽ നിയമങ്ങളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഈസ് ഓഫ് ലിവിങ്ങും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും ഒക്കെ വർദ്ധിക്കാൻ അത് കാരണമാകുന്നു എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്? ഇറ്റ് പ്രൊപ്പോസ് റിപ്ലേസിങ് ഇംപ്രിസ്മെൻറ്റ് ഫോർ മൈനർ ഒഫൻസസ് വിത്ത് മോണിറ്ററി പെനാൽറ്റീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്. ചെറിയ കുറ്റങ്ങൾക്കൊക്കെ തടവ് ശിക്ഷ ഒഴിവാക്കി അതിനെ പിഴ ശിക്ഷയുടെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ ബിൽ സീക്സ് ടു ഇൻട്രൊഡ്യൂസ് സ്ട്രിക്റ്റർ ക്രിമിനൽ പെനാൽറ്റീസ് ഫോർ പ്രൊസീജിയറൽ ആൻഡ് ടെക്നിക്കൽ ഡിഫോൾട്ട്സ്. എന്താണ്, ചെറിയ കുറ്റങ്ങൾക്ക് പോലും ക്രിമിനൽ കേസസ് വരുന്നു. അപ്പോൾ ജൻവിശ്വാസ് ബില്ലിൻ്റെ ആ ഒരു കണ്ടൻറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണത്. കാര്യം എന്താണ്? കൂടുതൽ നിയമങ്ങളെ ഡീക്രിമിനലൈസ് ചെയ്തിട്ട് സിവിൽ നിയമങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ജൻവിശ്വാസ് ബില്ലിൻ്റെ 2026 ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരവുമായിട്ട് വരുന്നത് ഓൺലി 1 and 2 ആണ്. 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി. അപ്പോൾ ജൻവിശ്വാസ് ബില്ല് പുതുതായിട്ട് വരുമ്പം നിലവിൽ നമ്മുടെ രാജ്യത്ത് ക്രിമിനലൈസ് ചെയ്യപ്പെട്ട പല നിയമങ്ങളും സിവിലൈസ്ഡ് അല്ലെങ്കിൽ സിവിൽ നിയമത്തിൻ്റെ പരിധിയിലേക്ക് വരും. വലിയ കുറ്റങ്ങൾ ചെറിയ കുറ്റങ്ങളായി മാറുകയും നിലവിൽ ക്രിമിനൽ കേസുകളാക്കി ജയിലിൽ പോകേണ്ട കുറ്റങ്ങൾക്ക് ചെറിയ പിഴശിക്ഷയോ താക്കീതൊക്കെ ആയിട്ട് അത് എന്ത് ചെയ്യും? മാറും. അപ്പോൾ അത് ഈസ് ഓഫ് ലിവിങ് വളരെയധികം വർദ്ധിപ്പിക്കാനും പിന്നെ ഈ ടെക്നിക്കൽ ഡിഫോൾട്ടിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന തെറ്റുകൾ ഡീക്രിമിനലൈസ് ചെയ്യുമ്പം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് അവിടെ വർദ്ധിക്കുകയും ചെയ്യും എന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നതും. അതാണ് നമ്മളുടെ എക്സ്പീരിയൻസും. ഓക്കെ, അപ്പോൾ മാർച്ച് 1 ഒരു പാർട്ടിൽ നമ്മൾ മാർച്ച് മാസത്തിലെ 2026 പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പോകാം. സമയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പോകേണ്ടുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതിനു മുമ്പ് നമുക്ക് അറിയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻട്രിയുടെ വിവിധ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിനായിട്ടുള്ള ഗോൾഡ് ബാച്ചസ് എൻട്രിയിൽ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രത്യേകതകളും ഫീച്ചേഴ്സും എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നതാണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. 10,000 അല്ലെങ്കിൽ 1000+ MCQ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ
കിഡിലൻ വർക്കൗട്ട്സും എല്ലാം ഉണ്ടായിരിക്കും. എക്സ്പെർട്ട് മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, അതായത് നിങ്ങൾ കോഴ്സ് എടുത്ത് നിങ്ങൾ ജോലിക്ക് കയറുന്നിടം വരെ നിങ്ങൾക്ക് വളരെ ഇഫക്റ്റീവായിട്ട് 24/7 നിങ്ങളുടെ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യാനായിട്ട് എക്സ്പെർട്ടായിട്ടുള്ളൊരു മെൻറ്റർ ഉണ്ടായിരിക്കും എന്നുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയമാണ് ഈ ഒരു സമയം. കാര്യം എന്ന് പറയുന്നത് എൻട്രിയുടെ കരിയർ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന കോഴ്സുകൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള മൈൻഡ് ബ്ലോയിങ് ഡിസ്കൗണ്ടഡ് റേറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, കോഴ്സിൻ്റെ ഫീസസിൻ്റെ കാര്യം ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാമിനെ സംബന്ധിച്ചുള്ള ഡൗട്ട്സ് ആയിക്കോട്ടെ, ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുമായി ബന്ധപ്പെടുന്ന നമ്പർ ഏതാണെന്ന് അറിയാമല്ലോ, 7736122215 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ വീണ്ടും പുതിയ ഏതെങ്കിലും വിശേഷങ്ങളുമായി ഉടനെ കാണാമെന്ന് പ്രതീക്ഷിക്കാം. ഇറ്റ്സ് മീ വിശ്വനാഥ് സൈനിങ് ഓഫ് ഫ്രം എൻട്രി ആപ്പ്. താങ്ക് യു.